ഹോർമൂസ് കടലെടുക്ക് ഒരു യുദ്ധ സ്ട്രാറ്റജിയായിട്ട് ഇറാൻ കൊണ്ടുവരുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ കണക്കുകൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഹോർമൂസ് കടലെടുക്കിന് സമീപം നിലയുറപ്പിച്ചിരുന്ന ഈ ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ US സേന ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിൽ 16 മൈൻ ലെയർ കപ്പലുകൾ അല്ലെങ്കിൽ ഈ ജലബോംബുകൾ സ്ഥാപിക്കുന്ന കപ്പലുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടതായിട്ട് US സെൻട്രൽ കമാൻഡാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സെൻട്രൽ കമാൻഡാണ് ഈ മധ്യ പൂർവേഷ്യയിലെ ഈ സൈനിക നടപടികൾ ഏകോപിപ്പിക്കുന്നത്. ഈ ആക്രമണത്തിന്റെ അൺക്ലാസിഫൈഡ് ദൃശ്യങ്ങൾ ഈ സെൻട്രൽ കോം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുവാൻ ഇറാൻ ശ്രമിച്ചാൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ജലബോംബുകൾ ഉടൻ നീക്കം ചെയ്യണം, അല്ലാത്ത പക്ഷം ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G7 ഇന്ന് അടിയന്തര യോഗം ചേരും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ അധ്യക്ഷതയിൽ ഒരു വീഡിയോ കോൺഫറൻസ് ആയിരിക്കും നടക്കുക. ഈ ഊർജ്ജ പ്രതിസന്ധിയും അതുപോലെ എണ്ണവില വർധനവുമാണ് ഈ യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. ഇപ്പോൾ വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നത് തടയുവാൻ ഈ രാജ്യങ്ങളുടെ പക്കലുള്ള എണ്ണശേഖരം, ഇവർക്കെല്ലാം ഈ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ഉണ്ട്, അത് പുറത്തെടുക്കുന്നതിനെ കുറിച്ചാണ് ഇന്നലെ നടന്ന ഒരു ഊർജ്ജ മന്ത്രിമാരുടെ ഈ G7 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരുടെ യോഗത്തിൽ ചർച്ച നടന്നിരുന്നു. ഏകദേശം 40 കോടി ബാരൽ എണ്ണ വിപണിയിൽ എത്തിക്കുവാനാണ് ഈ പ്രതിസന്ധി മറികടക്കുവാനായിട്ട് G7 രാജ്യങ്ങൾ ആലോചിക്കുന്നത്. അതേസമയം GCC രാജ്യങ്ങളുടെ പിന്തുണയോടെ ബഹ്റിൻ ഇന്നൊരു പ്രമേയം ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സഭയിൽ അവതരിപ്പിച്ചിരുന്നു. അയൽ രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഇറാൻ നിർത്തണമെന്നാണ് ഈ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. അവിടുത്തെ സമാധാനത്തിനും അതുപോലെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഇറാന്റെ ഈ സൈനിക നീക്കങ്ങൾ ഭീഷണിയാണെന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്.